മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴന് വീണ്ടും ചൊറിച്ചു തുടങ്ങി. വർഷങ്ങളായി നിശബ്ദമായിരുന്ന മുല്ലപ്പെരിയാർ തർക്കത്തിൽ ഇപ്പോൾ വിജയ് സർക്കാർ അധികാരമേറ്റതോടുകൂടി വീണ്ടും ആ തർക്കം രൂക്ഷമായി മാറിയിരിക്കുകയാണ്. വിജയുടെ ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായി ഗവർണർ നടത്തിയ നയപ്രഖ്യാപനത്തിലാണ് മുല്ലപ്പെരിയാറിൽ വീണ്ടും അണക്കെട്ട് പണിയേണ്ടതില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, അവിടുത്തെ ഗവർണർ നമ്മുടെ ഗവർണർ തന്നെയാണ്, താൽക്കാലിക ചുമതലയുള്ള രാജേന്ദ്ര ആർലേക്കർ തന്നെയാണ്. അദ്ദേഹം ഇന്ന് അവിടെ വായിച്ച നയപ്രഖ്യാപനത്തിൽ DMKയും AIADMKയും അടക്കമുള്ളവർ കൈക്കൊണ്ടിരുന്ന കേരളത്തിന് ഒരു കാരണവശാലും പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ പാടില്ല എന്നുള്ള നയം കൂടുതൽ തീവ്രമായി TVK ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയമെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. അതിനുശേഷം ഇതിൻ്റെ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് അവലോകനം ചെയ്യാം. ആദ്യം തന്നെ എന്താണ് ഇതിലെ രാഷ്ട്രീയ വിഷയം എന്ന് ചോദിച്ചാൽ, കമ്പം, തേനി അടക്കമുള്ള ഏതാണ്ട് 12ഓളം നിയോജക മണ്ഡലങ്ങളിൽ ഈ പറയുന്ന മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ജലമാണ് എത്തുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം ഇപ്പോൾ TVK അധികാരത്തിലെത്തിയപ്പോൾ ഈ പ്രശ്നം ഏറ്റെടുത്ത് വലിയൊരു ചർച്ചാ വിഷയമാക്കിയത് കമ്പത്തെ MLA ആയിട്ടുള്ള N ജഗന്നാഥൻ മിശ്ര എന്ന് പറയുന്ന TVKയുടെ MLA പറഞ്ഞത് 2-3 കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞത്, അധികം വരുന്ന മുല്ലപ്പെരിയാറിന്റെ ജലം ഞങ്ങൾക്ക് കിട്ടിയേ മതിയാവുകയുള്ളൂ. പണ്ട് ജയലളിത പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഈ വരുന്ന ജലം ഞങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ ഇടമുണ്ട്. അതായത് വൈഗ അണക്കെട്ടിലേക്ക് ഈ ജലത്തെ ഞങ്ങൾക്ക് എത്തിക്കും. അവിടെ നിന്ന് തേനി അടക്കമുള്ള ഈ പറയുന്ന 12ഓളം ജില്ലകളിലെ വിവിധ ജലാശയങ്ങളിലേക്ക് ഒഴുക്കി എത്തിക്കുകയും അവിടെ നിന്ന് കൃഷി വലിയ തോതിൽ നടത്തുകയും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് പഴയ AIADMK അടക്കമുള്ളവർ ഉന്നയിച്ച അതേ വാദങ്ങൾ തന്നെ ഈ കമ്പം MLA ഒരു പ്രകോപനവുമില്ലാതെ പറഞ്ഞു എന്നുള്ളതാണ് ഇതിന് തുടക്കം. അതിന് മുന്നോടിയായി നമ്മുടെ VD സതീശൻ മുഖ്യമന്ത്രിയെ അധികാരത്തിലേറ്റ ശേഷം ഈ ഒരു കാര്യത്തിൽ ഒരു നിലപാടെടുത്തു. നമ്മുടെ പഴയ സർക്കാർ എടുത്തിട്ടുള്ള UDF സർക്കാരും LDF സർക്കാരും എടുത്തിട്ടുള്ള ഇതേ നിലപാട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് തമിഴ്നാടിന് വെള്ളം, നമുക്ക് കേരളത്തിന് സുരക്ഷ. അതുകൊണ്ട് മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് തമിഴ്നാടുമായി ചർച്ച നടത്തുമെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്. ഈ ജഗന്നാഥ മിശ്രയുടെയും VD സതീശന്റെയും പ്രസ്താവനകളാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി കത്തിക്കാം എന്ന് TVK നിശ്ചയിക്കുകയും അതിൻ പ്രകാരം ഇപ്പോൾ അത് നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. കേരളത്തിന്റെ കാലാകാലങ്ങളുള്ള ആവശ്യം എന്താണ്? മുല്ലപ്പെരിയാർ സുരക്ഷിതമല്ല. 1887 മുല്ലപ്പെരിയാർ പണിതത്. 1890 അതിൻ്റെ പണി പൂർത്തിയായി. 133 വർഷത്തെ പഴക്കമുണ്ട്. ആ അന്നത്തെ നിർമ്മാണ രീതി എന്ന് പറയുന്നത് ചുണ്ണാമ്പ് കലർന്ന സുർക്കി ഉപയോഗിച്ചാണ് ആ ഡാം പണിതിരിക്കുന്നത്. അതിന് യാതൊരു തരത്തിലെ ബലവുമില്ല. ഏതു സമയവും അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. അങ്ങനെയെങ്കിൽ എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, ഇടുക്കി അടക്കമുള്ള ജില്ലകൾ വെള്ളത്തിനടിയിലാകും. ലക്ഷക്കണക്കിന് മനുഷ്യർ മരിക്കും. ഈ ഉത്കണ്ഠയാണ് കേരളം കാലാകാലങ്ങളായി പങ്കുവച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിയമ പോരാട്ടങ്ങൾ നിരവധി നടന്നു. നമുക്കറിയാവുന്നതുപോലെ 2014 സുപ്രീം കോടതി തമിഴ്നാടിന് അനുകൂലമായ ഒരു വിധി വന്നു. ആ വിധി വരുന്നതിന് കാരണം, അതിനു മുൻപ് നമ്മൾ 2006 വലിയൊരു സമരം ഇടുക്കി ചപ്പാത്ത് കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. അന്ന് എല്ലാ പാർട്ടികളും സംയുക്തമായി അവിടെ സമരം നടത്തിയിരുന്നു. CPIയുടെ ബിജിമോൾ അടക്കമുള്ളവർ അവിടെ നിരാഹാര സമരം കിടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകും. പിന്നീട് 2018 വീണ്ടും ഈ ഒരു പ്രശ്നം വരുന്നത്. അന്ന് ഈ പ്രളയം വന്നപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്നുള്ള ആശങ്ക കേരളത്തിൽ വലിയ തോതിലുണ്ടായി. കേരളത്തിന്റെ ആശങ്കയ്ക്ക് കാരണമുണ്ട്. കാരണം ഭൂകമ്പ സാധ്യതയുള്ള സോണായിട്ടുള്ള A സോണിൽ, അതായത് ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള സോണാണ് A സോൺ. ആ A സോണിലാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നത്. അതുകൊണ്ട് കേരളത്തിന്റെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട് എന്ന് കേരളം വാദിക്കുമ്പോഴും തമിഴ്നാട് പറയുന്നത് അങ്ങനെയല്ല. ഇതിൽ യാതൊരു കഴമ്പുമില്ല. ഞങ്ങൾ കാലാകാലങ്ങളായി ഈ മുല്ലപ്പെരിയാറിന് ബലം കൂട്ടിയിട്ടുണ്ട്. തമിഴ്നാട് 3 കാര്യങ്ങളാണ് എണ്ണി പറയുന്നത്. ഒന്ന്, കോൺക്രീറ്റ് ആങ്കറിംഗ് എന്ന് പറയുന്ന ഒരു ഭിത്തി അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതായത് ഈ ഡാം പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, അഥവാ പൊട്ടിയാലും അതിനെ താങ്ങി നിർത്താൻ തക്ക വിധമുള്ള ഒരു കോൺക്രീറ്റ് ഭിത്തി ഇതിനടിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഒരു കേബിൾ ആങ്കറിംഗ് ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് നിശ്ചിത ദൂരം പിന്നിട്ട ശേഷം, നിശ്ചിത അകലം മാറ്റിയ ശേഷം വളരെ ആഴത്തിൽ കുഴിയെടുത്തിട്ട് ഈ
ഡാമിനുള്ളിലെ പാറയിൽ ഒരു കേബിൾ കുത്തി നിർത്തുന്ന ഒരു പരിപാടി അത് ചെയ്തിട്ടുണ്ട്. മൂന്നാമതായി സുരക്ഷയുടെ കാരണത്തിൻ്റെ പേരിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ബലക്ഷയമുണ്ട് എന്ന് പറയുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ കേരളക്കാർക്ക് എന്താണ് പ്രശ്നമെന്നാണ് AIADMK അടക്കം ചോദിച്ചത്. 2011 നമുക്കറിയാമല്ലോ, ജയലളിത ഭരിച്ച സമയത്ത് ഈ ഒരു വിഷയം അവർ ആളിക്കത്തിച്ചിരുന്നു. പത്രത്തിലെ ഫ്രണ്ട് പേജിൽ പരസ്യം കൊടുത്തുകൊണ്ട് ഈ മുല്ലപ്പെരിയാർ വിഷയം കേരളത്തിന് എതിരായി തിരിച്ചുവിട്ട ഏറ്റവും വലിയ തീവ്രമായിട്ടുള്ള നിലപാടെടുത്ത ആളായിരുന്നു ജയലളിത. അന്ന് ഈ സമരം നടക്കുമ്പോൾ ചപ്പാത്ത് വരെ തമിഴ്നാട്ടുകാർ സംഘടിച്ചെത്തി. അതിൽ പാർട്ടി ഭേദമില്ലാതെ ഒരു തമിഴ് വികാരം ഉണർത്തിയെടുക്കാൻ AIADMK മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് അന്ന് കഴിഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി തമിഴവിടെ സംഘടിച്ചെത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇത് തമിഴന്റെ ഒരു വൈകാരിക വിഷയമാക്കി നിലനിർത്തുകയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്പം, തേനി, ഡിണ്ടിഗൽ, മധുര അടക്കമുള്ള 12ഓളം നിയോജക മണ്ഡലങ്ങളിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തി നിൽക്കുകയും ചെയ്യേണ്ടത് അതത് രാഷ്ട്രീയ കക്ഷികളുടെ നയപരിപാടിയാണ്, അവരുടെ ഒരു തന്ത്രമാണിത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ TVK MLA ആയിട്ടുള്ള കമ്പത്തെ N. ജഗന്നാഥ് മിശ്ര ഈ ഒരു വിഷയം എടുത്തിട്ടത്. അതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ നയപ്രഖ്യാപനം ഗവർണർ വായിച്ചപ്പോൾ പുതിയ അണക്കെട്ടില്ല എന്നുള്ള നിലപാടിലേക്ക് തമിഴ്നാട് എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് കുറെ നാൾ കൊണ്ട് ഈ മുല്ലപ്പെരിയാർ വിഷയം കേൾക്കാതിരുന്നത്? നമ്മുടെ ഈ വാർത്താ മാധ്യമങ്ങളിൽ നിന്നൊക്കെ ഈ ഒരു വിഷയം നമ്മൾ മറന്നേ പോയി. നമ്മൾ കേരളീയർ ഇത് വിട്ടുകളഞ്ഞതാണ്. നമ്മുടെ ഓർമ്മയിൽ നിന്ന് മറഞ്ഞു പോയ ഒരു കാരണമുണ്ട്. 2021 അവിടെ അധികാരത്തിൽ വന്നത് DMK സർക്കാരാണ്. ഇവിടെ പിണറായി വിജയൻ സർക്കാർ രണ്ടാമതും അധികാരത്തിലെത്തി. DMKയും CPM-ഉം തമ്മിൽ നല്ല ബന്ധമാണ് എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സ്റ്റാലിനും തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള അടുപ്പമുണ്ടായിരുന്നു. അങ്ങനെ ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള അടുപ്പം, രണ്ട് നേതാക്കൾ തമ്മിലുള്ള അടുപ്പം, ഈ അടുപ്പം കാരണം ഈ മുല്ലപ്പെരിയാർ വിഷയം ഏതാണ്ട് 5-6 വർഷത്തേക്ക് നമ്മുടെ ഈ വാർത്താ മാധ്യമങ്ങളിൽ നിന്നും നമ്മുടെ ചർച്ചകളിൽ നിന്നൊക്കെ മറഞ്ഞുപോയി. നമ്മളത് മറന്നിരിക്കുകയായിരുന്നു. തമിഴിനും മറന്നിരിക്കുകയായിരുന്നു, നമ്മൾ മലയാളികളും മറന്നിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും നമ്മളെ ചൊറിയാൻ, അതായത് കേരളത്തെ ചൊറിയാനായി വീണ്ടും ഇത്തരമൊരു നയപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. വീണ്ടും തമിഴന് അവൻ്റെ ഈ പറയുന്ന 10-12ഓളം മണ്ഡലങ്ങളിൽ അവർക്ക് രാഷ്ട്രീയ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. മാത്രമല്ല, അവിടെ ഇവർ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഞങ്ങൾ പച്ചക്കറി തരുന്നില്ലേ, നിങ്ങൾക്ക് ഞങ്ങൾ വേണ്ട സാധനങ്ങളെല്ലാം തന്നെ അതാത് ദിവസം എത്തിക്കുന്നില്ലേ, അതിന് കാരണം എന്താണ്? അവിടെ വെള്ളം വേണം, ആ വെള്ളം നിങ്ങൾ തരൂ, ഞങ്ങൾ പകരം നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചേരാം, പച്ചക്കറി അടക്കം നിങ്ങൾ മേടിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ പറയുന്ന ഇടുക്കി ഡാമിലെ അധിക ജലം കടലിലേക്കാണ് ഒഴുക്കിക്കളയുന്നതെന്നും അങ്ങനെ ഒഴുക്കിക്കളയാതെ ഞങ്ങൾക്ക് വൈഗ അണക്കെട്ടുണ്ട്, അവിടേക്ക് തരുമെന്നും വൈഗ വഴി ഈ പറയുന്ന 12 മണ്ഡലങ്ങളിലേക്ക്, കാർഷിക മണ്ഡലങ്ങളാണ് ഇതെല്ലാം, അവിടേക്ക് ഞങ്ങൾ വിതരണം ചെയ്യുമെന്നുമാണ് ജഗന്നാഥൻ പറഞ്ഞത്. ഇന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി വിജയുടെ നിലപാട് തന്നെയാണ്. TVKയുടെ നിലപാടല്ലേ MLAക്ക് പറയാൻ കഴിയുകയുള്ളൂ. വിജയുടെ നിലപാട് തന്നെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നമ്മൾ പണ്ട് കണ്ടു മറന്നതുപോലെ 2018-ലും 2006-ലും ഒക്കെ നമ്മൾ കണ്ടതുപോലെ ഈ കേരളവും തമിഴ്നാടും ഇതിന്റെ പേരിൽ തമ്മിലടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. കാരണം തമിഴ്നാട് അത്ര പ്രകോപനപരമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു നയപ്രഖ്യാപനത്തിൽ ഇങ്ങനെ നടപടി എടുത്തിരിക്കുന്നത്. വെറുതെ നിന്നൊരു പ്രശ്നമാണ്, ഒന്നുമില്ലാതെ അവിടെ ശാന്തമായിരുന്ന ഒരു വിഷയമാണ്. അതിനെ ഇട്ട് ചൊറിഞ്ഞ് കുത്തിപ്പൊക്കി ഇത് വീണ്ടും ഒരു വൈകാരിക വിഷയമായി, രണ്ട് സംസ്ഥാനങ്ങളുടെ വൈകാരിക വിഷയമായിട്ട് മാറ്റിയിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയാം. ഇത് 2011-ന് ശേഷം മുല്ലപ്പെരിയാറിൽ സുപ്രീം കോടതി ഒരു മേൽനോട്ട സമിതിയെ നിയോഗിച്ചിരുന്നല്ലോ. അവരൊരു ഈ പറയുന്ന പോലെ സാങ്കേതികമായിട്ടുള്ള ഒരു നിരീക്ഷണമല്ല നടത്തിയത്, ഒരു കാഴ്ച നിരീക്ഷണം. പോയി ആഴ്ചയിൽ ഒരിക്കൽ പോയി എവിടെയെങ്കിലും വിള്ളലുകളുണ്ടോ എന്നൊക്കെ പോയി നോക്കി മാറുന്നതിനപ്പുറത്തേക്ക് സാങ്കേതികമായിട്ടുള്ള ഒരു നിരീക്ഷണമായിരുന്നില്ല അവരുടെ. പക്ഷെ നമുക്ക് കേരളീയർക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യം, 2021-ൽ കേന്ദ്ര സർക്കാർ ഡാം സുരക്ഷാ നിയമം അനുസരിച്ച് ഒരു വിദഗ്ധ നിരീക്ഷണ സമിതിയെ നിയമിച്ചിട്ടുണ്ട്. അതിൽ കേന്ദ്ര ജല കമ്മീഷൻ അംഗമായ TK ശിവരാജൻ, അദ്ദേഹം മലയാളിയാണ്. അപ്പോൾ അദ്ദേഹമാണ് കേരളത്തിന്റെ പ്രതിനിധി. അപ്പോൾ അവര് പരിശോധിക്കുന്നത് ഈ ഡാമിന്റെ ബലക്ഷയവും അതുപോലെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളുമാണ്. അപ്പോൾ അങ്ങനെ കേന്ദ്ര സർക്കാർ നമുക്ക് 50% നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണത്. മറ്റേത് നേരത്തെ നിയോഗിച്ചത് അവിടെ വന്ന് നോക്കി കണ്ടു പോവുക, നമ്മൾ ഈ റെയിൽവേ പാളത്തിൽ കൂടെ ഈ ടോർച്ച് അടിച്ച് നടന്നു പോകുന്ന പോലെ ഈ ഡാമിൽ ഒരു ദിവസം ഇത്ര ദൂരം സഞ്ചരിച്ചിട്ട് അവിടെ എങ്ങും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കി, വെറും കണ്ണുകൊണ്ട് മാത്രം നോക്കി, കാഴ്ച നോട്ടക്കാരെന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ
അങ്ങനെ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ കാഴ്ച നിരീക്ഷകർ എന്ന് വേണമെങ്കിൽ പറയാം. ആ നിരീക്ഷണ സമിതിക്ക് ഉപരിയായി NDA സർക്കാർ, അതായത് മോദി സർക്കാർ ഇങ്ങനെ ഒരു കമ്മീഷനെ നിയോഗിച്ചത് ഏതായാലും നമുക്ക് ഒരു 50% ആശ്വാസത്തിന് വകയാണ്. കാരണം എന്തെങ്കിലും ഒരു സാങ്കേതിക പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ മലയാളിയുടെ പ്രാതിനിധ്യമുണ്ട്, അവിടെ തമിഴിൻ്റെ പ്രതിനിധികളുണ്ട്. അപ്പോൾ ആ ഒരു കമ്മിറ്റിയാണ് നമുക്ക് ആശ്വാസം. എന്ത് തന്നെയായാലും ഈ ഒരു വിഷയം വീണ്ടും രണ്ട് സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ സാധാരണക്കാരുടെ വൈകാരിക വിഷയമാക്കി മാറ്റാതെ വളരെ സംയോജനത്തോടു കൂടി പിണറായി വിജയനും സ്റ്റാലിനും ചെയ്തതുപോലെ കൈകാര്യം ചെയ്യണമെന്നാണ് ഈ പറയുന്ന പുതിയ മുഖ്യമന്ത്രി VD സതീശനും തമിഴ്നാട്ടിലെ പുതിയ മുഖ്യമന്ത്രി വിജയും ചെയ്യേണ്ടത്. അവരുടെ മുൻ മാതൃക AIADMKയിലെ ജയലളിതയുടെ വൈകാരികമായിട്ടുള്ള ആ നിലപാട് ഒരിക്കലും ഈ രണ്ട് മുഖ്യമന്ത്രിമാരും സ്വീകരിക്കാൻ പാടില്ല. കാരണം ഈ തമ്മിലടിക്കുന്നത് അത് സാധാരണക്കാരാണ്, കേരളത്തിലെയും തമിഴ്നാട്ടിലെ സാധാരണക്കാരാണ് ഈ ഒരു വൈകാരിക വിഷയത്തിന് പേര് തമ്മിലടിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ പിണറായി വിജയനും സ്റ്റാലിനും എടുത്ത അതേ സംയമനത്തോടു കൂടിയുള്ള പക്വതയോടുകൂടിയുള്ള നിലപാടാണ് ഇവിടെ VD സതീശനും TVK നേതാവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള വിജയും കൈക്കൊള്ളേണ്ടത്. 152 അടി ഉയരത്തിലേക്ക് ജലനിരപ്പ് ഉയർത്തണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഉയർത്തി കഴിഞ്ഞാൽ കേരളത്തിന്റെ സുരക്ഷ ഗുരുതരമാണ്, അണക്കെട്ടിന്റെ സുരക്ഷ ഗുരുതരമാണ്. അവരുടെ ആവശ്യം 152 അടി ഉയർത്തുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ 142 നിർത്തിയേക്കുകയാണ്. അതിന് വീണ്ടും ഉയർത്താനാണ് ഇപ്പോൾ TVKയുടെ ശ്രമം. പണ്ട് ജയലളിത ചെയ്തത് തന്നെയാണ്. അപ്പോൾ ഒരു കാരണവശാലും ഈ ഒരു വിഷയത്തിൽ വൈകാരികമായി കാണാതെ നേരത്തെ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള പിണറായി വിജയനും സ്റ്റാലിനും എടുത്ത അതേ നിലപാടുകൾ തന്നെ ഈ രണ്ട് മുഖ്യമന്ത്രിമാരും എടുത്താൽ ഈ പ്രശ്നം തീർന്നു. ഏതായാലും നമ്മുടെ സതീശന് ഈ പറയുന്ന പോലെ TVK വിജയുടെ പോലെയുള്ള വൈകാരിക സംഭവമായിട്ടൊന്നും അല്ലത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അവർക്ക് വെള്ളം വേണം, നമുക്ക് സുരക്ഷയും വേണം എന്ന് മാത്രമുള്ള ഒരു കാര്യം മാത്രമേ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞുള്ളൂ. അത് പക്വമായ നിലപാട് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് കേരളത്തിന്റെ പഴയ നിലപാടും. അല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന കമ്പത്തെ MLA ജഗന്നാഥ മിശ്രം കത്തിച്ചു വിടുന്നത് പോലെയുള്ള തീവ്രമായിട്ടുള്ള ഒരു നിലപാടൊന്നും കേരളം കൈക്കൊണ്ടിട്ടില്ല. അത് LDF ആയാലും UDF ആയാലും കൈക്കൊണ്ടിട്ടില്ല. പക്ഷേ നമ്മളെ കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഇവർ ഉണ്ടാക്കും എന്നുള്ളതാണ് തമിഴ്നാടിന്റെ പ്രത്യേകത. നമ്മളത് കണ്ടതാണ് 2006-ലും 2018-ലും ഒക്കെ നമ്മൾ കണ്ടതാണ്, 2011-ലും കണ്ടതാണ്. നമ്മളെ ഈ ചൊറിഞ്ഞ് നമ്മളെ ഈ പറയുന്നത് പോലെ ചുമ്മാതിരുന്ന് നമ്മളെ ചൊറിഞ്ഞ് പിന്നെ വികാര വിക്ഷോഭരാക്കുക, നമ്മളെ സമരത്തിലേക്ക് ഇറക്കി വിടുക എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് വീണ്ടും ഈ പറയുന്ന TVK സർക്കാർ വന്നിരിക്കുന്നു. അത് ഒരു കാരണവശാലും നമ്മുടെ സർക്കാർ ആ ഒരു വൈകാരിക വിഷയത്തിലേക്ക് വന്ന് ചാടാതെ ഇക്കാര്യത്തിൽ കേരള സർക്കാർ വളരെ പക്വമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇതിനെ വളരെ തന്ത്രപരമായി കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പഴയ ആ സമരങ്ങളും കാര്യങ്ങളും ബഹളങ്ങളും ആശങ്കകളും ഒക്കെ തിരികെ വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.